ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയണത്. ഇതിൽ തമിഴ് കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. അപ്പൊ നമ്മുടെ മിത്രനെ കുറിച്ചായിട്ട് പറയാൻ പോണത്. അങ്ങനെ ഇപ്പൊ മിത്രയും മീനാക്ഷിയൊക്കെ ഭയങ്കര കൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മിത്ര ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ അവരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ദേവമംഗലംകാരൻ മിത്രക്ക് അത്രമാത്രം ഇഷ്ടമാണ്. ആര്യനോട് ഭയങ്കര സ്നേഹമാണ് മിത്രക്ക്. അപ്പൊ അങ്ങനെ ഇങ്ങനെയാണ് മിത്ര കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിൽ മിത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് നെഗറ്റീവ് ആവുന്നുണ്ട് കേട്ടോ. തമിഴിൽ അങ്ങനെ നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു കുശുമ്പും കുറുമ്പത്തരും ഒക്കെ കൂടുന്നുണ്ട്. മിത്രയുടെ വീട്ടുകാർക്ക് ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ മിത്രയുടെ വീട്ടുകാരാണെങ്കിൽ ചെറിയമ്മയും അതുപോലെ തന്നെ ചെറിയമ്മയുടെ മോനൊക്കെ ഉണ്ടല്ലോ, ചെറിയച്ഛനൊക്കെ ഉണ്ടല്ലോ, അവര് മിത്രയുടെ മനസ്സിലേക്ക് വിഷം കുത്തി കയറ്റുവാട്ടോ ചെയ്യണത്. നീ ആ വീട്ടിലെ എന്താണ് സ്ഥാനം കയറി പറ്റിയേ പറ്റൂ. ആ വീട്ടിൽ ഇപ്പൊ ദേവിക്കാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ മീനാക്ഷി, അവർക്ക് ജോലി ഉണ്ടല്ലോ. പക്ഷെ നിന്നെ അവിടുത്തെ ആൾക്കാർക്കൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. കാരണം നീ ആരിന്റെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ. അതുകൊണ്ട് അവർക്ക് നിന്നെ ഒട്ടും കാര്യമില്ല, പ്രത്യേകിച്ച് ആ ബാലേട്ടനാ. അതുകൊണ്ട് നീ ആ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ കുടുംബത്തിന്റെ കൂടിയാണ് മോളെ നിൽക്കേണ്ടത്. അതൊക്കെ പറഞ്ഞിട്ട് മിത്രയുടെ മനസ്സ് ചെറുതായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ മിത്രക്കും ചെറുതായിട്ട് മനസ്സൊക്കെ ഒന്ന് ഇളകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിത്ര ദേവമംഗലംകാരുടെ ഉള്ളിലാണെങ്കിൽ സാധാരണ പോലെ തന്നെ നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള ഒരു മരുമകളാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ചെറിയൊരു ദേഷ്യമുണ്ട്. കാരണം വെച്ചാൽ മിത്രനെ മാത്രം വേർതിരിച്ചു കാണുന്നു. മിത്രത്തെ അവർക്ക് സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴും ആര്യനെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കും. ആര്യന്റെ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. അതെ, ആര്യനെ തന്നെ അവർക്ക് വേണ്ട, തന്റെ ഭർത്താവിനെ വേണ്ട, തന്നെയും വേണ്ട. അങ്ങനെയാണ് ദേവമംഗലംകാർ. അവർക്ക് ആകെ ദേവി, മീനാക്ഷി, ആകാശ്, ആനന്ദ് അവര് മാത്രം മതി. അങ്ങനെ നമ്മുടെ മിത്ര ഒരു പണി കൊടുക്കാണ്. വേറൊന്നുമല്ല, മിത്രക്കൊരു ചേട്ടനുണ്ടല്ലോ, ഇളയച്ചന്റെ മകൻ. ആ പുള്ളിക്കാരൻ ഇപ്പൊ വില്ലനൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. പക്ഷെ കുറച്ച് നാളെ കഴിയുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ ആനന്ദിന്റെയും ആകാശിന്റെ അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെയൊക്കെ ഒരു ചെറിയ പെങ്ങളുണ്ടല്ലോ അച്ഛനോട് ചെറിയൊരു ഇഷ്ടം തോന്നും. അപ്പൊ അച്ചുക്ക് അങ്ങനെ ആരുടെയും പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ല. നേരെ പോ ആ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ചെറിയൊരു മുറച്ചെറുക്കനായതുകൊണ്ട് ഈ കുട്ടിക്കും ചെറിയൊരു ഇഷ്ടം അയാളോട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മിത്രക്ക് ഇത് മനസ്സിലാവും. അപ്പൊ മിത്രടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടൻ എടി എനിക്ക് അവളെ ഇത്തിരി ഇഷ്ടമൊക്കെയാണ്, എന്തൊക്കെ പറഞ്ഞാൽ മുറപ്പെണ്ണല്ലേ, നീ ഒന്ന് ഇടപെട്ട് വേണം എന്റെ കല്യാണം നടത്തി തരാനായിട്ട്. അപ്പൊ ആ മിത്ര പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല ഏജ് വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയാണ്. ഏജ് വ്യത്യാസമൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും വലിയ കാര്യമാണോ? ഇപ്പത്തെ കാലത്തൊക്കെ ഏജ് വ്യത്യാസമൊക്കെ കാര്യമാണോ? ഒരു ആൺകുട്ടി ചിലപ്പോ പ്രായം കുറഞ്ഞ പെൺകുട്ടിനെ, ഒരുപാട് പ്രായം കൂടെ കുറഞ്ഞ പെൺകുട്ടിനെ കെട്ടിയെന്ന് വരാം. ചിലപ്പോൾ ഒരു പെൺകുട്ടി തന്നെക്കാളും പ്രായം ഭയങ്കര കുറവുള്ള ആൺകുട്ടിനെ കെട്ടാം. പ്രണയത്തിലും വിവാഹത്തിലൊന്നും പ്രായം കാര്യമില്ല. പ്രായം ഒരു നമ്പർ മാത്രമാണ് മിത്രേ. നീ വിചാരിച്ച മാത്രമേ നിന്റെ ചേട്ടന്റെ കല്യാണം നടക്കുള്ളൂ. നീ അവളെ ഉപേക്ഷിക്കൊന്നുമില്ലല്ലോ അല്ലെ? അതോ നീ അവളുടെ അടുത്ത് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണോ അവളെ പ്രണയം നടിക്കാൻ പോണത്? ഇല്ലടി, എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ്. മുമ്പൊന്നും ഇഷ്ടമില്ലായിരുന്നോ, പക്ഷെ അവള് കുറച്ചുകൂടി വലുതായപ്പോ എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഇത് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യം കേട്ടോ. അതായത് അത് ഇപ്പൊ ആ കുട്ടി ഇപ്പൊ ചെറുതാണല്ലോ, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അത്ര കാലതാമസം ഇതിലില്ല. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിലും ആ എപ്പിസോഡ് വരും. അങ്ങനെ മിത്രയുടെ ആ ഒരു ഇതിലെ കൂടി തന്നെ ഇവളും അവനും കൂടി, അതായത് മിത്രയുടെ ചേട്ടനും അച്ഛനും കൂടിയിട്ട് പ്രണയത്തില് ആകുവാണ്. അങ്ങനെ പ്രണയത്തിലാകുമ്പോഴേക്കും മിത്രടുത്താണ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ മിത്രന് ഇവരെ സപ്പോർട്ട് ചെയ്യണം. മിത്ര പറയുന്നുണ്ട്, വൈകുന്നേരം കോളേജ് കഴിയുമ്പോഴേക്കും നീ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് ചേട്ടന്റെ കൂടെ കറങ്ങാനൊക്കെ പോകാൻ വേണ്ടി പറയും. അങ്ങനെ മിത്ര വാക്ക് കേട്ടി ഇവള് മിത്രയുടെ ചേട്ടൻ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. കറങ്ങാൻ പോകുന്നത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ഇവരെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആകാശാണ് ആദ്യം ചെറിയൊരു ഡൗട്ട് തോന്നുന്നത്. ഇവൾക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പൊ വീട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടി കോളേജിലേക്ക് തന്നെയാണ് പോണത്, അവളുടെ വഴി തെറ്റായ വഴിക്കൊന്നും അവൾ സഞ്ചരിക്കുന്നില്ലല്ലോ അല്ലേ അമ്മേ? ഇല്ലടാ, അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഗോമതി പറയുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്റെ അടുത്തൊരു പരിചയക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പെങ്ങളെ പോലത്തെ ഒരാളെ ബീച്ചിൽ വെച്ച് കണ്ടെന്നു, അതുകൊണ്ട് അമ്മ അടുത്തൊന്നും സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇല്ലടാ, അത് നിന്റെ പെങ്ങളായിരിക്കില്ല, നിന്റെ പെങ്ങളുടെ സ്വഭാവം നിനക്കറിയില്ലേ, അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലടാ എന്നൊക്കെ പറയണം. ശരി എന്ന് പറയണം. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ ഭയങ്കര പ്രണയത്തിലാവട്ടെ. 2 ദിവസം കഴിയുമ്പോഴേക്കും മിത്രടുത്ത് ഇവള് വന്ന് പറയുന്നുണ്ട്, ചേച്ചി എന്നെ സിനിമ കാണാൻ വേണ്ടി വിളിക്കണ്ട്, ചേച്ചിയുടെ ചേട്ടൻ, ഞാൻ പോണോ? തീർച്ചയായിട്ടും പോണം എന്ന് പറയാണ്. അയ്യോ, ഞാൻ ഒറ്റക്ക് പോവില്ല ചേച്ചി, എനിക്ക് പേടിയാണ്. നീ എന്തായാലും പോണം, അല്ലെങ്കിൽ ചേട്ടൻ അത് വിഷമമാകും എന്നൊക്കെ പറയാണ്. ശരി, ഞാൻ പോകാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവള് കോളേജ് എന്ന് പറഞ്ഞ് കോളേജിലേക്ക് പോയിട്ട് സിനിമ കാണാൻ വേണ്ടി അവന്റെ കൂടെ പോവാട്ടോ. പക്ഷെ നമ്മുടെ ഇത് കറക്റ്റ് സമയത്ത് ആര്യൻ കാണുന്നുണ്ട്. അപ്പൊ ആര്യം കാണുമ്പോഴേക്കും ആര്യം നേരിട്ട് കാണുവാട്ടോ. അപ്പൊ സിനിമാ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ആര്യം ഇങ്ങനെ അവിടെ ഒരു പലചരക്ക് കടയുണ്ട്, അവിടെ സാധനങ്ങൾ എത്തിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കാണുക. അപ്പൊ ഇവള് മുഖമൊക്കെ മറച്ചിട്ടാണ്, അതായത് ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുഖമൊക്കെ മറച്ചിട്ടാണ് അങ്ങനെ പോകണം. അപ്പൊ ആര്യന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്, ഇത് അവള് തന്നെയല്ലേ, അവള് രാവിലെ ഇട്ട ചുരിദാർ തന്നെയാണല്ലോ ഇത്. അതുകൊണ്ട് ഇങ്ങനെ അവളുടെ പുറകെ ഇങ്ങനെ പോകാണ്. അപ്പൊ കൂടെ നിൽക്കുന്നത് ഇവനാണല്ലോ, ഇവൻ അതല്ലേ. അപ്പൊ ഇവന് ഏതൊരു പെണ്ണ് വളച്ചിട്ടുണ്ട്, ശരി തന്റെ പെങ്ങളെങ്ങാനാണോ എന്ന് ആര്യന്റെ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ആര്യൻ ഇവരുടെ പുറകെ പോകുക.
അങ്ങനെ ആര്യം പുറകെ പോയിട്ട് കണ്ടുപിടിക്കുകയാണ് അത് തന്റെ പെങ്ങള് തന്നെയാണുള്ള സത്യം. റോഡാന്ന് പോലും വിചാരിക്കാതെ ആര്യം മുഖത്തൊരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. അപ്പൊ തന്നെ കേന്ന് പറഞ്ഞ് കരയാൻ വേണ്ടി തുടങ്ങോട്ടോ അവള്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ആര്യൻ വീട്ടിലെല്ലാവരും ഇങ്ങനെ നിക്കാണ്. ബാലനുണ്ട്, നമ്മുടെ ദേവി, മീനാക്ഷി, ഗോമതി എല്ലാവരും ഉണ്ട്. അപ്പൊ ആ സമയത്താണ് ആര്യം പറഞ്ഞത്, അമ്മേ നമ്മളെ ചതിച്ചു അമ്മേ, നമ്മളെല്ലാവരും ഇവിടെ ചതിച്ചു അമ്മേ എന്ന് പറയാണ്. എന്താ മോനെ, എന്താ നീ പറയണത്? ഇവള് എവിടെ പോയെന്ന് അമ്മ ചോദിക്കുന്നു. അവള് കോളേജിലേക്കാ പോയത്, അത് അമ്മ പറഞ്ഞാൽ മതിയോ? അവളോട് ചോദിക്കും അവൾ എങ്ങോട്ടൊക്കെ പോയെന്ന് ചോദിക്കാണ്. എടി നീ ഇന്ന് എങ്ങോട്ടേക്കാടി പോയത്? ഞാൻ കോളേജിലേക്കാ അമ്മ പോയെന്ന് പറയാണ്. അപ്പൊ ആര്യം പറഞ്ഞു, എടി നീ കള്ളം പറയരുത്, നിന്റെ മുഖത്ത് എങ്ങനെയടി പാട് വന്നത്? ആ കഥ കൂടി നീ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോ അപ്പൊ തന്നെ ആ കരയാൻ തുടങ്ങും കേട്ടോ. എന്തിനാ നീ കരയണത്? ഗോമതി ചോദിക്കേണ്ട ആര്യനോട്. എടാ ആര്യ എന്താണ് സംഭവിച്ചത്? നീ ഇവള് തമ്മിൽ വഴക്ക് പിടിച്ചോ? ഇവൾക്ക് വഴക്കല്ലമ്മ രണ്ട് അടി കിട്ടാത്തതിന്റെ കേടാണ്. ഇളയ മോളാ ചിലരും പുഞ്ഞടി വെച്ച് തലയിലെടുത്ത് വെച്ചിരിക്കുക. ഇവളെ കണ്ണടച്ചവള് വിശ്വസിക്കും. ഇവളെന്താ ചെയ്തെന്ന് അമ്മക്കറിയാവോ എന്ന് ചോദിക്കാണ്. അപ്പൊ തന്നെ മിത്രക്ക് കാര്യം മനസ്സിലായി. ഇവ എന്തൊക്കെയോ അങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. മിത്ര അപ്പൊ ഒന്നും അറിയതുപോലെ അങ്ങനെ നിൽക്കുവാട്ടോ. ഒന്നും അറിഞ്ഞിട്ടില്ല, തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആര്യം പറയണ്ട, ഇവിടെ ഒരു ചെക്കന്റെ കൂടെ സിനിമാ തിയേറ്ററിൽ പോയി ഇരിക്കുകയായിരുന്നു, മുട്ടിരുമി ഇരിക്കുകയായിരുന്നു. നടക്കൊക്കെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു നടപ്പ്. ഇവള് ഷോള് കൊണ്ട് മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ പെങ്ങളെ എവിടെ ഇരുട്ടത്ത് കണ്ടാലും എനിക്ക് മനസ്സിലാവുമല്ലോ. എടി സത്യം എടി ആര്യം പറയണത് പറയുമ്പോ കരഞ്ഞോണ്ടിരിക്കാട്ടോ. എടാ ഇവള് കരഞ്ഞോണ്ടിരിക്കാണല്ലോ, അമ്മ കള്ളത്തരം ചെയ്തോണ്ട് അമ്മ കരയണത്. അവളുടെ മുഖത്തിൽ ഒറ്റ അടി വെച്ച് കൊടുക്ക്. എന്നിട്ട് അമ്മ ചോദിക്കുക ഏതവന്റെ കൂടെയാണ് കറങ്ങാൻ പോയെന്ന്. അപ്പൊ അവൾ അതിന്റെ ആൻസർ കൂടി പറയും. അത് കേട്ടിട്ട് നിങ്ങൾ അവളെ തല്ലണോ കൊല്ലണോ എന്ന് തീരുമാനിക്കാം. സത്യം അടി, നീ സിനിമക്ക് പോയോ നീ? ആ പോയി അമ്മേ എന്ന് കരനോട് പറയാണ്. എടി കുലദ്രോഹി എന്ന് വേണ്ട ഒരുപാട് അടിയടിക്കുന്നുണ്ട്. എടി നീ ആരുടെ കൂടി സിനിമക്ക് പോയത്? എന്റെ ഫ്രണ്ടിന്റെ കൂടിയാ. ഫ്രണ്ട് ആരടി കെട്ടിപ്പിടിച്ചിരിക്കണത്? ഏത് ഫ്രണ്ടെന്ന് ചോദിക്കാമേ എന്ന് പറയാണ്. ഏത് ഫ്രണ്ട് അടി എന്ന് ചോദിക്കാണ്. എന്നാ അപ്പൊ മിണ്ടണ്ടില്ല കേട്ടോ. അപ്പൊ ആര്യം വേണ്ട അമ്മേ, ഇനി അവളോട് ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയാം ഏത് ഫ്രണ്ടാണെന്ന്. അപ്പുറത്ത് അവൻ അമ്മയുടെ പുഞ്ഞാര ചേട്ടന്റെ മോൻ മുറച്ചെറുക്കനാണല്ലോ, ആ ധൈര്യത്തിലായിരിക്കും അവള് സിനിമക്ക് പോയത്. എടി ദ്രോഹി, നീ അവന്റെ കൂടെ സിനിമക്ക് പോയത്? നീ എത്ര കിട്ടിയാലും പഠിക്കില്ല എടി എന്നിട്ട് ഒരുപാട് അടിക്കണം. അപ്പൊ ബാലനെ ആകെ ഷോക്ക് ആവാട്ടോ. ബാലൻ അപ്പൊ തന്നെ നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് പോകുവാണ്. അപ്പോൾ ഒരു ബാലൻ ഇങ്ങനെ അയ്യോ അച്ഛ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോ എന്റെ മക്കളൊന്നും ഇങ്ങനെ ആവുന്നതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ മക്കളെല്ലാം ഇങ്ങനെ തന്നെ, എല്ലാം ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന മക്കളെ എന്റെ. അതിന് മാത്രം അത്ര വളർത്തു ദോഷം ഉണ്ടായിട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. നിങ്ങൾക്ക് ഞാൻ വളർത്തിയൊരു കുഴപ്പമാണ് നിങ്ങൾ ഈ കാണിക്കണത്. ഞാൻ അത്ര മോശപ്പെട്ടൊരു അച്ഛനാണോ? അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോണത് എന്ന് ചോദിക്കണം. ആകെ ആനന്ദിന്റെ വിവാഹം മാത്രം നന്നായിട്ട് നടത്തിയിട്ടുള്ളൂ. അത് ഞാൻ വിവാഹം നടത്തിയോണ്ട് അവര് സുഖമായിട്ട് ജീവിക്കുന്നു. ബാക്കി എല്ലാവരുടെയും ജീവിതം കണക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തും കേട്ടോ. അപ്പൊ മീനാക്ഷി ചോദിക്കണ്ടേ, നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ ഇങ്ങനെ പോവാത്തിയാണല്ലോ, നിനക്ക് എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ മിത്ര ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാട്ടോ, താനാണ് എന്നിങ്ങനെ പറയരുതെന്ന്. അപ്പൊ അവളിങ്ങനെ ഒറ്റിക്കൊടുക്കണമെന്നില്ല, മിത്രയെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോണെന്ന് പറഞ്ഞിട്ട് ഒറ്റിക്കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ഭാഗമാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിൽ മിത്ര അത്രക്കും ഒരു ദുഷ്ടിയാവാൻ തോന്നുന്നില്ല, പക്ഷെ ക്യാരക്ടർ ചെറുതായിട്ട് മാറും കേട്ടോ. കാരണം വീട്ടുകാരുടെ ചെറിയൊരു ഇഷ്ടം ഇടക്കൊന്നും മിത്രക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഒരു ഭാഗം വരാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു സീനൊക്കെ തന്നെയാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.